ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നുള്ളത് പെർമിലാണ്. ഇവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. നമ്മുടെ മുഹമ്മദ് റാഫി, അതുപോലെ തന്നെ ഗോകുൽ സജീവ്. ഹായ്, പരിചയപ്പെടുത്ത്. ഞാൻ സായിദ്. അപ്പോൾ ഞങ്ങളിത് ഇവരുടെ ഫ്ലാറ്റിലാണ് ഇന്നലെ എത്തിയത്. ജസ്റ്റ് പുറത്തേട്ട് ഇറങ്ങിയേക്കുവാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറയുന്നത് ഒരു 4:30 ഈവനിങ് 4:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാൻ വേണ്ടി പുറത്തേട്ട് ഇറങ്ങിയേക്കുവാണ്. ജസ്റ്റ് ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം. ഇപ്പോൾ ഉള്ളത് പെർമിലാണ്. ഞങ്ങൾ മോസ്കോയിൽ വന്നപ്പോൾ അവിടുത്തെ സ്ഥലമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം സിറ്റി പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി ഔട്ടറാണ്. പിന്നെ അതുപോലെ തന്നെ ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ഏകദേശം മോസ്കോനേക്കാളും 2 മണിക്കൂർ കൂടുതലാണ് ഇവിടെ. അതായത് നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് 2.5 മണിക്കൂർ മോസ്കോയിൽ താഴെയും ഇവിടെ വരുമ്പോൾ 1/2 മണിക്കൂർ ഡിഫറൻസ് ഉള്ളൂ നാടായിട്ട് കമ്പയർ ചെയ്യാൻ നേരിട്ട ടൈമിൽ. അപ്പോൾ ഞങ്ങളിതിങ്ങനെ പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും മുഹമ്മദ് റാഫി പോയൊക്കെ ഉണ്ട്. ഇങ്ങനെ പയ്യെ നടക്കുവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇതാണ്. വാക്ക് ഇതിലേക്കിങ്ങനെ നടന്നു പോവാം. ആൾക്കാരെല്ലാവരും നടന്നു വരുന്നുണ്ട്. ഏകദേശം 4:30 ആയെങ്കിലും നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ക്ലൈമറ്റ് അല്ലേ ഇവിടുത്തെ. അപ്പൊ ഇങ്ങനെ വയ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഒരു പവർ ബാങ്ക് മേടിക്കണമെന്ന് പറഞ്ഞു റാഫി ബ്രോക്ക്. അപ്പോൾ അതൊന്ന് മേടിക്കണം. അപ്പോൾ ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാന്നേ. ഒക്കെയാണ് സ്ഥലം, ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞത് ഒരു ബിൽഡിങ് ഭയങ്കര അത്യാവശ്യം പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിച്ചു തരാം. അതായത് ഞങ്ങൾക്ക് പോകേണ്ടത് ഇവിടുന്ന് അങ്ങേ അറ്റത്തെ ബിൽഡിങ്ങിലോട്ടാണ്. അപ്പോൾ ഞങ്ങളിത് പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെർമിൽ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങളിങ്ങനെ പയ്യെ നടക്കുവാണ്. ഞങ്ങളിപ്പോൾ 4 പേരുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരിവിടെ കണ്ടപ്പോഴാണ് ഒന്ന് സമാധാനമായത്. മര്യാദക്ക് സംസാരിച്ച് നല്ല സ്നേഹമുള്ള മലയാളീസാണ്. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വർക്ക് ചെയ്യണം. ഡെലിവറി ബോയ് ആട്ടോ അത് കൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഡെലിവറി പല രീതിയിലെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നടന്നു പോയി ഡെലിവറി ചെയ്യാം, അതുപോലെ തന്നെ സൈക്കിളിന് ഡെലിവറി ചെയ്യാം, പിന്നെ സ്കൂട്ടറിന് ഡെലിവറി ചെയ്യാം, കാറിന് ഡെലിവറി ചെയ്യാം. അങ്ങനെ പല ഡീറ്റെയിൽസും പല രീതിയിൽ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. 1 കിലോമീറ്ററോളം ഞങ്ങൾക്ക് നടക്കാനുണ്ട്. ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട സ്ഥലത്തായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ തണുപ്പായതുകൊണ്ട് തന്നെ കഥക്കണെന്ന് അറിയുന്നില്ല. നമുക്ക് എത്ര നടന്നാലും ആ ഒരു ക്ഷീണം ഉണ്ടാവില്ല അല്ലേ റാഫി? അതെ. ഇപ്പൊ തണുപ്പ് ഒരുപാട് കുറവാണ്. അതെ, ഐസ് ഇവിടെ ഈ പരിസരത്ത് ഫുൾ ഐസ് മൂടി കിടക്കുകയാണ്. ഇപ്പൊ തണുപ്പ് നല്ല ക്ലൈമറ്റ് ആണ്. നല്ല വെയിലും കാര്യങ്ങളുണ്ട്. +8 ഇന്നലെ +- സ്നോഫോള്, മഴ എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥിതിയാണ്. ജാക്കറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും വേണം, അത്യാവശ്യമല്ല. ഇന്നലെ മാസം കൂടി കഴിഞ്ഞാൽ നല്ല നോർമൽ ക്ലൈമറ്റിലേക്ക് വരും. ഇന്നലെ ഞങ്ങള് മറ്റേ ട്രെയിനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ കിളി പോയി. അതായത് ഇറങ്ങിക്കഴിഞ്ഞതും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അതായത് മോസ്കോയില് ക്ലൈമറ്റ് എന്ന് പറയുന്നത് 6 അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയപ്പോൾ -6. പെട്ടെന്ന് ക്ലൈമറ്റ് അത്രയും ചേഞ്ച് ആയതുകൊണ്ട് ഭയങ്കര ഫീലായിരുന്നു. റെന്റിന് പോകണം വണ്ടി അല്ലേ? ഉംസിന് വയ്യായിരുന്നു, പനിയൊക്കെ ആയിരുന്നു, ചുമയായിരുന്നു. ഇപ്പൊ ആള് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. റെവല്യൂസ്കി. ഇത് ഗോർഗോഗോ. ഓക്കെ,
ഈ പാലം കയറിയിട്ട് അങ്ങനെ പോയ റൈറ്റ് പോയ ഗാഗറീന, നേരെ പോയ യൂർഷ, പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് അറിയില്ല, പേരെന്താ അറിയില്ല. റൗണ്ട് ബോട്ട് ഇത് ഫുള്ള് റൗണ്ടാണ്. എങ്ങനെ നമ്മൾ ഇങ്ങനെ പോയാലും എങ്ങനെ പോയാൽ അടത്താൻ കഴിയും. ഞങ്ങൾക്ക് റൂമും കാര്യങ്ങളൊന്നും സെറ്റ് ആയിട്ടുള്ള, അതുവരെ ഞങ്ങൾ തൽക്കാലം ഇവരുടെ കൂടെയാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ദൈവത്തോർത്ത് ഓരോ സ്പാമിൽ പോയി പെടരുത്. ഈ സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെ വന്ന് ജോബിലോട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് പോസിബിൾ അല്ല. ഇവിടെ ഞാൻ വന്ന് അന്വേഷിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വരാം. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ജോലിയിലോട്ട് മാറാം എന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങളിങ്ങോട്ട് വരരുത്. അത് പറ്റത്തില്ല. നിങ്ങൾക്ക് പഠിക്കാൻ വരാം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്ത് നിങ്ങളുടെ ഫീസ് അടയ്ക്കാം. ഒരിക്കലും കിട്ടത്തില്ല. കാരണം സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്കിലോട്ട് മാറാൻ പറ്റില്ല. അത് ഒന്നാമത്തെ കാര്യം. പഠിച്ചിട്ട് പോവാം. പിന്നെ നമ്മൾ പാർട്ട് ടൈം ജോബ് ചെയ്തുണ്ടാക്കുന്ന പൈസ നമ്മൾ മാറ്റി വെച്ചിട്ട് 1 വർഷത്തെ വിസ ആയിരിക്കും കിട്ടുന്നത്. അത് റിന്യൂ ചെയ്യാൻ നേരത്ത് പിന്നെയും നമ്മൾ പേയ്മെൻറ്റ് അതിന് മാറ്റി വെക്കുന്ന പൈസ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും സ്റ്റുഡൻറ്റ് വിസയിൽ പഠിക്കാനല്ലാണ്ട് ജോബ് ചെയ്യാന്നുള്ള മൈൻഡിൽ ആരും വരാൻ നിൽക്കുന്നത് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതെ അതെ, ഏറ്റവും നല്ല പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് പെർമിറ്റ് തന്നെ വരുന്നതാണ്. എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്ക് വണ്ടികൾ എടുക്കാം, നമ്മുടെ പേരിൽ സ്വന്തം പേരിൽ വണ്ടികൾ എടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അതാണ് ഏറ്റവും ബെറ്റർ. ഞങ്ങളിങ്ങനെ പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ കണ്ടപ്പോഴാണ് സമാധാനമായത്. മോസ്കോയിൽ മര്യാദക്ക് ഒരു മലയാളീസ് ഉണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് മലയാളീസ് കണ്ടപ്പോഴാണ് ഒരു സന്തോഷം കിട്ടിയത്. പിന്നെ ഇവർ നല്ല രീതിയിൽ ഞങ്ങളെ ട്രീറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു. ഞങ്ങളിങ്ങനെ വയ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ആള് റൂമിൽ വയ്യാണ്ടായിട്ട് റെസ്റ്റ് എടുക്കുവാണ്. എന്തായാലും ഞങ്ങൾ ഇന്ന് റൂമിൽ പോയിട്ട് നല്ല രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആളോടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആളെ അതെ, ഇന്ന് രാത്രി മലബാർ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ നാടായിട്ട് അപേക്ഷിച്ച് നമുക്ക് വാക്കിണവർക്ക് ഭയങ്കര ഡേഞ്ചറാണ്. റോഡ് ക്രോസിംഗ് ഇല്ല, ഡേഞ്ചറാണ്. നോക്കി ക്രോസ് ചെയ്യണം. കാരണം സീബ്ര ലൈനിൽ കൂടെ നമ്മൾ ക്രോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വണ്ടികൾ നിർത്തി തരും. പക്ഷേ ഇവിടെ നമുക്ക് സീബ്ര ലൈൻ ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് വേഗത്തിൽ ക്രോസ് ചെയ്യേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. നമ്മൾ സീബ്ര ലൈനിൽ കൂടെ ക്രോസ് ചെയ്യുവാണെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും അവിടെ നിർത്തി തരും കേട്ടോ. എവിടെ അവിടെ അല്ലേ? മോസ്കോ സിറ്റി പോലെ അല്ല, കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റിയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പയ്യെ നടന്നൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റാഹി ബ്രോ, നമ്മളെങ്ങോട്ടാ പോകുന്നത് ഇപ്പോൾ? നമ്മളിപ്പോൾ പോണത് ഇവിടെ ഒരു മാളുണ്ട്. ചെറിയൊരു മാളാണ് ഇത്. ചെറിയൊരു ഏരിയ. ഈ റോഡിൽ കുറച്ചുകൂടെ പോയാൽ നല്ലൊരു മെയിൻ സിറ്റി തന്നെയാണ് ഉള്ളത്. പിന്നെ അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ കാണുന്നതാണ് മാള്, ഈ ഫ്രണ്ടിൽ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു മാൾ എത്ര ഉള്ളൂ. നമുക്ക് പവർ ബാങ്ക് ആവശ്യമുണ്ട്. അപ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ടായിട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ അല്ലറ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം. എന്നാലും നമുക്ക് കാണാം അവിടുത്തെ വിശേഷങ്ങൾ. അണ്ടർഗ്രൗണ്ടിൽ കാണാൻ പോയിക്കൊണ്ട് നമുക്ക് ക്രോസ് ചെയ്യാനുള്ളതാണ്. അല്ലല്ല, ഭൂമിന്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ മാളുകൾ ഉണ്ടാവും. ഇവിടെ ഫുള്ള് റഷ്യയുടെ ഫുള്ള് അണ്ടർഗ്രൗണ്ട് കളികളാണ്. നിങ്ങള് മോസ്കോയില് മെട്രോ ഏരിയയില്ല? ഫുള്ള് അണ്ടർഗ്രൗണ്ട് ആയിരുന്നു. ഒരു മോസ്കോ സിറ്റി ഫുള്ള് ഭൂമിന്റെ അടി കൂടെ അതെ 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 ഭയങ്കര സംഭവമാണ്. അതെ 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 പയ്യെ മാളിലോട്ട് കയറുവാണ്. അതെ 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 ഓക്കെ ഞങ്ങൾ ഓക്കെ പയ്യത് മാളിലോട്ട് കയറി മേളിലോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്.
അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. ഇങ്ങനെ പയ്യെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഫുഡ് കോർട്ടാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് അവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ KFC പിന്നെ റോസ്റ്റിക്സ് ആയി മാറിയതാണ്. KFC തന്നെയാണ് ഇത്. പക്ഷേ കമ്പനി പേര് റോസ്റ്റിക്സ്. അതുപോലെ റഷ്യയിലെ KFCയുടെ ആണ് റോസ്റ്റിക്സ് വരുന്നത്. ഓ KFC തന്നെയാണ് സംഭവം. ഇതാണ് ഒരു ഹോട്ടൽ. ഈ ഹോട്ടലിൽ തരാൻ വേണ്ടിയിട്ട് സംഭവത്തിന്റെ ഫ്രണ്ട് തന്നെയായിരുന്നു ഇത് കിട്ടി വണ്ടാറടക്കാണ്. ഞാൻ ഈ മാള് പോയി. ഞങ്ങളത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ്. സ്നാക്സ് ഏതൊക്കെയുള്ള? ആ ഇത് സ്നാക്സ് ഐറ്റംസ് ആണല്ലേ. 1 kg റേറ്റ് അല്ലേ എഴുതിയേക്കുന്നത്? ഫുള്ള് ഇവിടുത്തെ സാധനം ഇവിടുത്തെ സ്റ്റൈലിലാണ് ഓരോ തരം മീറ്റില്. ബീഫിൽ വരുന്നുണ്ട്, ചിക്കനിൽ വരുന്നുണ്ട്, പോർക്കിൽ വരുന്നുണ്ട്. ഫുൾ പോർക്കാണ് കേട്ടോ. 300 രൂപയാണ് കൊടുത്തേക്കുന്നത് kg. 349. പല ടൈപ്പിലുള്ള മീറ്റിന് പല റേറ്റാണ്. ഒരാൾ ഫിഷിൻ്റെ നാട്ടിലെ പോലെ ഫിഷ് ഇവിടെ കിട്ടില്ല. ചില ഏരിയകളിൽ മാത്രമേ കിട്ടുള്ളൂ. അതേപോലെ വലിയ ഫ്രഷ് അല്ലാത്ത രീതിയിലാണ് നമ്മൾ വാങ്ങിയത്. പക്ഷെ നമുക്ക് കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് ഫീൽ ചെയ്തത്. നമ്മൾ ഈ ഫിഷ് കൊണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഇതിൻ്റെ പേരെന്താ? ഇതാണ് സൂര്യ പോലുള്ള ഒരു മീനാണ്. പക്ഷെ അടിപൊളി ടേസ്റ്റാണ് അത്. നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഫിഷ് അല്ല കേട്ടോ. ഇവിടെ ഫുള്ള് ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. റേറ്റും കുറച്ച് കൂടുതലാണ്. ഫിഷൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട്. സാൽമൺ ആണ്, സാൽമൺ ഫിഷ്. മറ്റേ സാധനം ഇവിടെ മറ്റേ പേര് സാൽമൺ അല്ല, സാൽമറോട് സാൽമൺ ഇതാണ്. സാൽമൺ സാൽമൺ 2000 കഴിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഒരു ദിവസം കൊണ്ട് ട്രൈ ചെയ്യണം. ഉറപ്പായിട്ടും ഇങ്ങനെ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരുപാട് വെറൈറ്റി സാധനമാണ് കേട്ടോ അവിടെ. മീറ്റ് അതേപോലെ ചീസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഓരോ സ്നാക്സുകളാണ്. ഇതൊക്കെ നമുക്ക് ജോലിൻ്റെ ടൈമിലൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്ന സാധനങ്ങളാണ്. ആകെ 59 റൂബിൾസ് 30 റൂബിൾസ് ആ റേഞ്ചിൽ മാത്രമേ എമൗണ്ട് വരുന്നുള്ളൂ. അതേപോലെ ബ്രെഡ് ഐറ്റംസ് ഇതൊക്കെ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റംസാണ്. ഇതൊക്കെ എല്ലാത്തിനും പ്രൈസ് താഴത്ത് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് പറഞ്ഞാൽ കുറഞ്ഞ എമൗണ്ട് വരുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ അത്ര എമൗണ്ട് വരുന്നില്ല. ബ്രെഡ് ഐറ്റംസ് ആണ് ഇവിടെ എല്ലാവരും കഴിക്കുന്ന ഒരു ഫുഡ് ആയതുകൊണ്ട് അത്ര എമൗണ്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. ബ്രെഡ് 48 രൂപയാണ് സാധാരണ നോർമലി ബ്രെഡ്. ചീസ് ബട്ടർ ചീസ് ബട്ടർ നമ്മുടെ നാട്ടിലേക്കാളും കുറവാണ് ഇവിടെ. ചീസിന് കുറവ്. അത് ഓരോ ഏരിയക്ക് അനുസരിച്ച് മോസ്കോയില് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. മോസ്കോയില് ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് കൂടുതൽ ജനവാസമൊക്കെ ഉള്ളതുകൊണ്ട് എമൗണ്ട് കൂടുതലാണ്. ഇങ്ങനെ പോകാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതാണ്. അതെ അതെ അതെ. പച്ചവെള്ളത്തിലേറെ റേറ്റ് കുറവാണ് കുപ്പിക്ക്. പച്ചവെള്ളം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 59 ഇവിടെ 40 റൂബീസിന് വരെ സാധനം ഇവിടെ കിട്ടും. അതെ. ജാക്ക് ഡാനിയൽസ് റേറ്റ് നമ്മുടെ നാട്ടിലെ പേര് കേട്ട സാധനമാണ്. ഇതിനൊക്കെ എമൗണ്ട് നോക്കും ഇവിടെ. അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വൈനും കാര്യങ്ങളും ഇതൊക്കെ വൈനിൻ്റെ വൈന് ജിന്ന് ബ്ലൂ ജിൻ വൈറ്റ് ജിൻ
ഫുള്ള് ജിന്നാണ്. റേറ്റൊക്കെ ഉണ്ടത് 600 റൂബിൾസ് അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വളരെ കുറഞ്ഞ എമൗണ്ട്. ഇതാണ് വൈനിൻ്റെ സെക്ഷൻ കേട്ടോ. നമുക്കിത് 169 രൂപ തൊട്ടൊക്കെ വൈനൊക്കെ സ്റ്റാർട്ടാണ്. അതുപോലെ തന്നെ അതെ ഈ ഒരു സൈഡിൽ ഇത് ഫുള്ള് വോഡ്ക സെക്ഷൻ കേട്ടോ. പല പല ബ്രാൻഡുകളുണ്ട് ഇവിടെ കണ്ടോ. റേറ്റൊക്കെ ഭയങ്കര ഉപയോഗിക്കുന്നൊരു അങ്ങനത്തെ സാധനം, വിസ്കിയോ അങ്ങനത്തെ സാധനം റഷ്യൻ്റെ കൂടുതലായിട്ട് VSOP. ഇത് ഞാൻ കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഉള്ളവരൊക്കെ. അതന്നെ ഞാൻ അതന്നെ പറഞ്ഞേ, ആ തള്ളടിച്ച സാധനം ഇത്. ഞങ്ങൾ ഹോട്ടലിൽ പോയപ്പോൾ അവങ്ങൾക്ക് അവിടെ വെൽക്കം ഡ്രിങ്ക് കഴിച്ച് തന്ന സാധനം ഞങ്ങൾ സ്പോട്ടിൽ തന്നെ വേണ്ടായിരുന്നു. മോസ്കോ വെൽക്കം ഡ്രിങ്ക് കഴിച്ച് ഞങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. സ്പോട്ടിൽ തന്നെ വേണ്ടായിരുന്നു. ഒരുപാട് ഒരുപാട് ബ്രാൻഡുകളുണ്ട്. രാജ്യങ്ങളുടെ പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ട്. അതെ അതെ അതെ. സ്റ്റാർട്ടിങ് 184 രൂപ. അതിലേറെ കുറഞ്ഞ കുപ്പികളുണ്ട്. നമ്മുടെ പെച്ചോറിഷ്കാരൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ, ചെറിയ ഷോപ്പുകൾ. അവരുടെ പറഞ്ഞാൽ 40 റൂബിൾസ് 70 റൂബിൾസിനൊക്കെ പല കുപ്പികളും കിട്ടാനുണ്ട്. അപ്പോൾ ചീപ്പാണ് ഇവിടെ. ഇത് കൊടുത്ത നല്ലൊരു അടിപൊളി വോഡ്കേൻ്റെ ബ്രാൻഡ് കേട്ടോ. കുഴപ്പമില്ലാത്ത വോഡ്ക ബ്രാൻഡാണ്. ഇത് കണ്ടോ, ടൂൾ ബോക്സിന് ഇതൊക്കെ ഓടുക്കണ റെസ്റ്റോറൻറ്റ് കൊടുക്കണം. നമ്മൾ മാജിക് മൂമെന്റ് ആ ഇതിൽപ്പെട്ട സംഭവങ്ങളാണ്. നമ്മുടെ നാട്ടിൽ എത്ര കൊടുക്കണം ഇവിടെ എമൗണ്ട്, ഈ എമൗണ്ടാണ് കിട്ടും. എമൗണ്ട് നോക്കിയാൽ നമ്മുടെ നാട്ടിലെ മാജിക് മൂമെന്റ് ഇല്ല ആ സാധനം. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. ഇവിടെ ലിക്കറിന് ഭയങ്കര റേറ്റ് കുറവാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പയ്യെ സൈഡിൽ കൂടെ നടക്കുവാണ്. ഫുള്ള് പല തരത്തിലുള്ള വിസ്കി വോഡ്ക, വിസ്കി വോഡ്ക, അതുപോലെ തന്നെ ബിയറും കാര്യങ്ങളും. ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വെള്ളം. ഈ വാട്ടറിൻ്റെ എമൗണ്ട് 54 കണ്ടോ, ഒരു കുപ്പി വാട്ടറിൻ്റെത്. അതേപോലെ ഈ ഒരു ബോട്ടിലിന് 219 റൂബിൾസ്, 28 കണ്ടു. ചെറിയ ചെറിയ ബോട്ടിലൊക്കെ നല്ല അത്യാവശ്യം നല്ല എമൗണ്ടാണ്, 40 റൂബിൾസ്. ഈ എമൗണ്ടിലേറെ കുറച്ചിട്ട് ഇവിടെ ആൽക്കഹോൾ കിട്ടും. അതെ 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 അതെ, ഒരുപാടുണ്ട് കാണിക്കാനാണെങ്കിൽ. ഇത് ബിയറിൻ്റെ സെക്ഷനാണ്. 114 രൂപ, അത് 89 രൂപ. അതുപോലെ തന്നെ പിന്നെ ഇതിലും കുറഞ്ഞില്ലേ, കുറഞ്ഞ എമൗണ്ടിലുള്ള ബിയർ 139 രൂപ. 32 റൂബിൾസിന് വരെ സാധനം. പ്രീമിയം ബിയറാണ്, 4.9% ആൽക്കഹോളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബഡ് വൈസറും കാര്യങ്ങളൊക്കെ 69 രൂപ നമുക്ക് നടത്താം. കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഗോൾഡർ ഉണ്ട്. ഏകദേശം 99 റൂബിൾസ് വരുന്നുള്ളൂ ഇതിന് എമൗണ്ട്. പല തരത്തിൽ ബിയർ, പല തരത്തിൽ വോഡ്ക, വിസ്കി, റമ്മ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലെ ബഡ് വൈസർ ഈ ഒരു ബോട്ടിലിന് 69 റൂബിൾസ് ഉള്ളൂ. നാട്ടിൽ ഏകദേശം 90. അതെ അതെ, 100 മേലുണ്ട്. 200, 180 റേറ്റ് നമ്മുടെ അവിടെ. അല്ലാതെ ഇവിടെ ലേസ് ചെറിയ 4.5%. ഉണക്കമീൻ നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, ഇവിടെ ഉണ്ട് ഉണക്കമീൻ. പല ജാതി പല ഐറ്റംസ് അറിയില്ല. അങ്ങനെ ഉണക്കമീൻ വരെ ഇവിടെ കിട്ടും കേട്ടോ. നമ്മുടെ നേരത്തെ ഇവിടെ ഫുള്ള് ജ്യൂസും കാര്യങ്ങളും, ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, അതേപോലെ തന്നെ ജ്യൂസിൽ ആൽക്കഹോൾ മിക്സ് ആക്കിയിട്ടുള്ളുണ്ട്. നോക്കി ഹണ്ണടിക്കാത്തവരൊക്കെ എടുക്കുമ്പോൾ നോക്കി എടുക്കില്ല, പണി കിട്ടും. അതെ അതെ, മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ജ്യൂസിന്റെ സെക്ഷൻ തന്നെ ചിലപ്പോൾ വെക്കാറുള്ളത്. വാട്ടറിന്റെ എമൗണ്ട് കാണിച്ചെടുക്കും. സോഡ, വെള്ളത്തിന് ഇവിടെ ഭയങ്കര എക്സ്പെൻസ് ആട്ടോ. ഇത് പിള്ളേരുടെ ടോയ് സെക്ഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പയ്യെ പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇവിടെ നമുക്കിത് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ. ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഫാൻ, ഇവിടുത്തെ ഫാനൊക്കെ ഇങ്ങനത്തെ ഫാനായിരിക്കുമേ.
നമ്മുടെ നാട്ടിലത്തെ പോലത്തെ സീലിംഗ് ഫാനും കാര്യങ്ങളൊന്നും ഇവിടെ അവൈലബിൾ അല്ല. ഞങ്ങളിങ്ങനെ വയ്യ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പയ്യെ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും, അതായത് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ കമ്പയർ ചെയ്യരുത്, ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല. അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ പല ഐറ്റംസുകൾ കിട്ടൂല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിലേറെ എമൗണ്ടും കൊടുക്കേണ്ടി വരും. അല്ല, അതിനേക്കാളൊക്കെ ബെറ്റർ എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാര്യം വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. പൊടി ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ അരിയുടെ കാര്യത്തിലും നമ്മുടെ നാട്ടിലെ ആ ക്വാളിറ്റിയിലൂടെ അരി കിട്ടില്ല. പിന്നെ ബസ്മതി റൈസ് കിട്ടും നമുക്ക്, ഗീ റൈസ്, അതേപോലെ തന്നെ കബ്സ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ റൈസൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. പക്ഷേ 1 kg ഏകദേശം 300 രൂപീസ് 250 രൂപീസോളം കൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലേറെ എമൗണ്ട് കൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലത്തെ സ്റ്റേഷനറി ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര എക്സ്പെൻസാണ്. അപ്പോൾ മാക്സിമം ഇങ്ങോട്ട് വരാൻ പ്ലാനുള്ള ആൾക്കാരൊക്കെ കുറച്ച്, അതായത് ഒരു 1 kg 2 kg എടുത്ത് പൗഡേഴ്സും റൈസും കാര്യങ്ങളൊക്കെ, റൈസ് ഒരു 5 kg ഒക്കെ കയ്യിൽ കരുതുക. കാരണം ഇവിടെ 1 കിലോ അരിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 300 രൂപ 350 റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പയ്യെ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പയ്യെ ഇറങ്ങുവാണ്. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. കാർ പാർക്കിംഗ് ആണ്. ഇവിടെ എക്സ്പെൻസ് കുറക്കാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് കഴിക്കുക. ഇവരെ ഫുഡ് കഴിക്കുക, ബ്രെഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എക്സ്പെൻസ് കുറക്കാൻ കഴിയും. നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ആ ഫുഡ് ഉണ്ടാക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസാണ്. അരി കാര്യങ്ങളൊക്കെ അങ്ങനെ. ഇവരെ ബ്രെഡ് കാര്യങ്ങൾ, അതേമാതിരി ഇവിടെ പൊട്ടാറ്റോ, അതിനൊക്കെ ഭയങ്കര എമൗണ്ട് കുറവാണ്. പൊട്ടാറ്റോ ഒക്കെ വെച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എക്സ്പെൻസ് കുറക്കാം. എനിക്ക് ഏകദേശം ഒരു മാസം 7000 രൂപീസാണ് എനിക്ക് എക്സ്പെൻസ് വരില്ലേ. ഞാൻ കൂടുതലും പറഞ്ഞാൽ ഇവരുടെ ചീസ് ബ്രെഡ്, അതേമാതിരി പൊട്ടാറ്റോ പുഴുങ്ങിയിട്ട് കഴിക്കുക, അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഞാൻ കൂടുതൽ കഴിക്കല്. ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഞാൻ വളരെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഷവായ, അതേമാതിരി ഇവിടുത്തെ അൽഫാം, ഇവിടുത്തെ ഷവർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ വെക്കാൻ കൊള്ളില്ല. അതൊക്കെ ഇവരെ ഓരോ സോസും കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ട് വായിൽ വെക്കാൻ കൊള്ളില്ല. ഇവിടുത്തെ ഷവർമ നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കുകയില്ല. അതാണ് സിറ്റുവേഷന്. അപ്പോൾ മാക്സിമം ഇവരെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ എക്സ്പെൻസ് മാക്സിമം കുറക്കാൻ നോക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. ജെറ്റ് പോയിട്ടുണ്ട് ഇതിൽ കൂടെ. അപ്പോൾ ഞങ്ങൾ പയ്യെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അങ്ങോട്ട് പോയത്. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലോട്ട് എനിക്ക് എത്തിക്കാനുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിലും വരും കേട്ടോ. അതെ, നമ്മുടെ ഇൻസ്റ്റാ പേജിലും വീഡിയോസ് വരുന്നുണ്ട്. 2 പേജിലും കൊളാബ് ചെയ്തിട്ട് ഈ വീഡിയോസ് വരുന്നതാണ്. അതെ, ഇപ്പം അതിൻ്റെ ഉള്ളിലേ മാളിൻ്റെ ഉള്ളിൽ ഫുള്ള് നല്ല ഹീറ്ററാണ്. ഹീറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ചൂടായിരിക്കും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ സീനായി ഒടുക്കത്തെ തണുപ്പ്. അതെ. അപ്പോൾ ഞങ്ങളിത് പയ്യെ തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കാം. ബൈ ബൈ.